അന്ന് ദുബൈയിലേക്ക് പോകുമ്പോഴേ ഒരു ഹുക്ക കടയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടി ചില ആളുകൾ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊക്കെ വലിച്ചു കൊണ്ടുവന്ന ഇങ്ങോട്ട് നിർത്തുന്നത്, ഇങ്ങോട്ട് നിൽക്കും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയരുതെന്ന്. നാൾ നമ്മൾ ഇവിടെ താമസിച്ചതും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീട് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കുറെ ഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് നടത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗൃഹപ്രവേശം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് മാത്രം താമസിക്കാനുള്ളതല്ല, 25 മനുഷ്യർക്ക് താമസിക്കുവാനുള്ള ഒരു സ്ഥലമാണിത്. ഇത് മഹാത്മാ ജനസേവന കേന്ദ്രം നമുക്കൊക്കെ അറിയാവുന്ന സ്ഥാപനമാണ്. അടൂരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക്, ഏകദേശം 400 ആളുകളെ, അശരണരായിട്ടുള്ള ആളുകളെ താമസിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മഹാത്മാ ജനസേവന കേന്ദ്രം. രാജേഷ് തിരുവല്ല ശ്രീ അദ്ദേഹമാണ് അതിൻ്റെ നടത്തിപ്പുകാരനായിട്ട് ഉള്ള ആൾ. വളരെ കഷ്ടപ്പെട്ടിട്ട് ആളുകളെയൊക്കെ ആ കോവിഡ് സമയത്തൊക്കെ, ഞാൻ കോവിഡ് സമയത്ത് അവിടെ പോയിട്ടുണ്ട്, ആ സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ അവിടുത്തെ ആളുകൾ അന്നവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിയുന്ന ഒരു ദുബൈയിൽ ബിസിനസ് ചെയ്യുന്ന ഇവർ 3 സഹോദരങ്ങളാണ്. ശ്രീ റോബിനും ശ്രീ ബിനുവും പിന്നെ ഒരു സഹോദരൻ ബിജോ സഹോദരനുണ്ട്. അപ്പോൾ ഇവരുടെ വീടാണ്. ഇവരിത് മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് നൽകുകയാണ്. ഒരു 25ഓളം പുതിയ ആളുകൾ, ഇനി ആരാണ് വരുന്നതെന്ന് ഇവർക്കറിയില്ല, ആരുമില്ലാത്ത, ആരാലും ഉപേക്ഷിക്കപ്പെട്ട പുതുതായിട്ടുള്ള 25 ആളുകളെ ഈ വീട്ടിലേക്ക്, ആ 25 പേരുടെ വീടാണ് ഇന്ന് ഞങ്ങൾ ഈ പാല് കാച്ചിയ ഈ വീട്. ഇതിനകത്തൊരു അസാധാരണമായ ഒരു അനുഭവം എനിക്ക് തോന്നിയത്, ഇതൊരു നല്ല ലൊക്കേഷനാണ്, നല്ല പൈസ കിട്ടാവുന്ന സ്ഥലമാണ്. പക്ഷെ ഈ സഹോദരങ്ങളായിട്ടുള്ള ഇവരും ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ അവരുടെ ജീവിതത്തിലെ ഏറിയ കുറേ വർഷങ്ങൾ താമസിച്ചത് ഇവിടെയാണ്. ഇവിടെ ഒരു പക്ഷേ അവർക്ക് കുറച്ച് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, സുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും ഇത്തരത്തിൽ അവർ സുഖം അനുഭവിക്കുന്ന ഒരു കാലത്തായിരുന്നില്ല അവർ ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചകളിലേക്ക് പടിപടിയായി കയറിയത്. അവർ പ്രവാസികളായി ദുബൈയിൽ പോയി, അവർ ബിസിനസ് ചെയ്തു. അതൊക്കെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. പിന്നീട് അവർ ബിസിനസ്സിൽ നല്ലോണം എസ്റ്റാബ്ലിഷ്ഡ് ആയി, ദുബൈയിൽ അറിയപ്പെടുന്ന പ്രവാസികളായ ബിസിനസ്സുകാരായി. അവർ നല്ല രീതിയിലായപ്പോൾ അവർ ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, കുറച്ചുകൂടി സൗകര്യപ്രദമായ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. ഈ വീട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പലരും വന്നിട്ട് ഈ വീട് വിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇമോഷണലി കണക്റ്റഡ് ആയ കാര്യങ്ങളുണ്ട്, പണത്തേക്കാൾ വലുതായിട്ടുള്ള ചില കാര്യങ്ങൾ. അവരുടെ അപ്പനമ്മമാരോടൊപ്പം ഈ വീട്ടിൽ താമസിച്ച ആ ഒരു നല്ല അവസരങ്ങൾ, ആ സന്തോഷകരമായ അവസരങ്ങൾ മറ്റൊരാളുടെ ഉടമസ്ഥതയിലേക്കാക്കാൻ അവർ ആഗ്രഹിച്ചില്ല. അവർ ചിന്തിച്ചത്, ആരുമില്ലാത്ത കുറേ ആളുകൾ അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന, അവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുന്ന, അവർക്ക് ആഹാരം നൽകുന്ന, അവർക്ക് പാർപ്പിടം നൽകുന്ന, വസ്ത്രം നൽകുന്ന ഒരു സ്ഥലമായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പല ആളുകളുമായി അവർ ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷേ കുറച്ചുകൂടി അവരുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റിയത് മഹാത്മാ ജനസേവന കേന്ദ്രം ശ്രീ രാജേഷ് തിരുവല്ല അദ്ദേഹത്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ യാതൊരു ഡിമാൻഡും ഇല്ലാതെ അത് ഈ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്, ശരിയല്ലേ ഞാൻ പറഞ്ഞു, മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് നൽകുകയായിരുന്നു. ആ ഒരു മനസ്സെന്ന് പറഞ്ഞത്, കാരണം പൈസ കിട്ടാവുന്ന ലൊക്കേഷനാണ്, തൊട്ടടുത്ത് സ്കൂളൊക്കെ ഉണ്ട്, ഇത് വിറ്റാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടും. പക്ഷെ പണത്തേക്കാൾ വലുതാണ് മനുഷ്യ സ്നേഹം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സഹോദരങ്ങളാണ്. അവരെല്ലാം ഒരേ മനസ്സോടുകൂടിയാണ് അവർ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തത്. കാരണം അത് നിങ്ങൾക്ക് പണം കിട്ടുമായിരുന്നു, നിങ്ങൾക്ക് വിറ്റാൽ അവർക്ക് കുറച്ചുകൂടെ പണം കിട്ടുമായിരുന്നു. ആ പണം കൊണ്ടുവന്ന് അവർക്ക് ദുബൈയിൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, അവിടെ അതിൻ്റെ ഇരട്ടി. കാരണം ഇവിടുത്തെ പോലെയല്ല, അവിടെ ബിസിനസ് ചെയ്താൽ വൺസ് ബിസിനസ് ഇതായാൽ വീണ്ടും 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 അതിന് ഡെവലപ്പ് ആവും എന്നുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, മൊത്തത്തിൽ ബിസിനസ് പ്രവാസികളായിട്ട് അവര് ഇവരെ പിടിച്ച് നിർബന്ധിച്ച് നിർത്തിയതാണ് കേട്ടോ. പബ്ലിസിറ്റിക്ക് വേണ്ടി ചില ആളുകൾ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊക്കെ വലിച്ചു കൊണ്ടുവന്ന ഇങ്ങോട്ട് നിർത്തുന്നത്, ഇങ്ങോട്ട് നിൽക്കും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അടുത്തോട്ട് പോലും വരുന്നില്ല. ഇത്രയും നാളും ഉള്ള മീഡിയയുടെ മുമ്പിൽ വരാൻ ആഗ്രഹിക്കാത്തവർ, നമ്മൾ ഇതെങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അവർ ചെയ്ത പലരും പബ്ലിസിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാം. എന്നാൽ അവർ തീർത്തും നിർബന്ധിച്ചാണ് അവരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയത് പോലും. അതെ, ഇന്ന് ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കണം എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. നന്മകൾ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ ഈ വീട് വിട്ടുകൊടുത്തത് അവരുടെ അച്ഛനും അമ്മയും അവരും ഒപ്പം കഴിഞ്ഞ ആ ഒരു നല്ല നിമിഷങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ, ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥനകളിൽ ഒരു ദിവസമെങ്കിലും ഇവരെ ഓർത്താൽ അതിന്റെ പുണ്യം മാത്രമാണ് ഇവർക്ക് ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. അതായത് മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്റെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഒരു സംരംഭമായി മാറുന്നു, അഭയകേന്ദ്രമായി മാറുകയാണ് ഈ പ്രസ്ഥാനം. ഞാൻ ഇത് ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് വരാൻ താല്പര്യം കാണിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ്. അതെ 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 പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. കാരണം ഈ ചെയ്തതൊന്നും പുള്ളി അങ്ങനെ ആരും അറിയരുതാതെ ആഗ്രഹിച്ച് ചെയ്തതാണ്. ഇപ്പൊ എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക, എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ ഇദ്ദേഹം ഇത് മൊത്തത്തില് ഓൾമോസ്റ്റ് എല്ലായിടത്തും കുറെ TV ചാനലിലും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടിരിക്കുക. അന്ന് ദുബൈയിലേക്ക് പോകുമ്പോഴേ ഒരു ഹുക്ക കടയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പക്ഷെ അവിടെ നിന്നും
ആ കമ്പനിയുടെ ഉടമയുമായ വിശ്വസ്തനായി അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി തന്നെയാണ് ഈ ലോകാന്തര വിപണനമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മുകളിലേക്ക് എത്തുവാനായിട്ട്. സ്വന്തം കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയരുതെന്ന് ആ നിഷ്കളങ്കതയാണത് അദ്ദേഹത്തിന്. ഇപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ അവിടെ നിൽപ്പുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അത് യാതൊരു പരിചയവുമില്ലാത്ത എന്നെ ഏൽപ്പിക്കും. എന്താണ് അതിന്റെ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ്. ഒരാൾക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലായിരുന്നു, അപ്പൊ ഇത് ഇങ്ങനെ ചുമ്മാ കിടക്കുമായിരുന്നു ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ സാധനം, ഇതിപ്പം വിറ്റിട്ട് നമുക്കിത് വിൽക്കാനൊരു ആഗ്രഹമില്ലായിരുന്നു. കാരണം ഇത്രയും നാൾ നമ്മൾ ഇവിടെ താമസിച്ചതും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീട് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കുറെ ഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഇത് കൊടുക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു നല്ലൊരു വൃദ്ധാശ്രമമോ ഇല്ലെങ്കിൽ അനാഥാശ്രമം അങ്ങനത്തെ എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയുള്ളത് ഇതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടുപിടിച്ചത്. ഞാൻ ആക്ച്വലി 3-4 പേരോട് സംസാരിച്ചായിരുന്നു. പിന്നെ ഫൈനലി ഇദ്ദേഹമായിട്ട് ഇതാക്കി ഓക്കെ ആക്കി എന്ന് പറയാം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഒരു അത്ഭുതമാണ്. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്താൽ ജനങ്ങൾ ഇങ്ങനെയാണോ ഇതിനെ കാണുന്നത്? ഇത്രയധികം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു, ഇത്രയധികം ആളുകൾ ശ്രദ്ധിക്കുന്നു, പത്രമാധ്യമങ്ങളിലെല്ലാം ഇത് വാർത്തകളായി വരുന്നു. അപ്പം താൻ ചെയ്തൊരു പ്രവൃത്തി ഇത്ര വാല്യുബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ പോലും അദ്ദേഹം സംശയിക്കുകയാണ്. കാരണം നമുക്കറിയാം, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്, ആർക്കും കൊടുക്കാതെ, അത് ഉപയോഗിക്കാൻ കഴിയാതെ. ഇപ്പം തന്നെ എൻ്റെ അറിവിൽ അടൂരിലെ ഒരു ബാങ്കില് ഒരു 100 കോടി രൂപയ്ക്കടുത്താണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ആളില്ല. കയ്യിലുള്ളവര് ചെയ്യാതിരിക്കുമ്പോൾ ചില മനുഷ്യരിലെ അത് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാവുക എന്നൊക്കെ പറയുകയല്ലേ, അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഞാൻ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവർ അറിയരുത് പോലും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയോട് എനിക്ക് ഒരുപാട് റെസ്പെക്ട് തോന്നുന്നുണ്ട്, ഒരുപാട് സ്നേഹം. കാരണം ഇത് അത്രയും മഹത്തരമായ ഒരു പ്രവൃത്തിയാണ്. ഇത് സമൂഹം അറിയുക തന്നെ വേണം. കാരണം ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി ഈ മേഖലയിൽ നിൽക്കുന്നു. പലപ്പോഴും ഞങ്ങളെ ഒന്നും വഴിയിൽ വെച്ച് കണ്ടാൽ തിരിച്ചറിയുന്നവർ പോലും ഇല്ലാത്തൊരു കാലമാണിത്. പക്ഷെ ഇത്രയധികം ആളുകൾ, അതെ ഇത്രയധികം ആളുകളെ നമുക്ക് സഹായിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കഴിവുണ്ട്. ഇപ്പൊ തന്നെ എനിക്കൊരു 25 പേരെ ഇവിടെ താമസിപ്പിക്കാൻ കഴിയും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ കിടക്കാൻ സ്ഥലമില്ലാതെ പമ്പ ഈ ശബരിമല സീസണിലെ ഭിക്ഷാടകരെ ഒഴിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മളാണ് എടുത്തേക്കുന്നത്. ഒരു 40 പേരെയോളം ഈ പ്രാവശ്യം നമ്മളെ പല വഴിക്കൊന്നും എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ അവിടെ ഇങ്ങനെ മെത്ത വിരിച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ കുറെ പേര് ഇവിടോട്ട് അത്യാവശ്യമായി താമസിപ്പിക്കാൻ പറ്റും. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് വലിയ ഉപകാരം ഇങ്ങനെ ചെയ്തത്. ബിൻസാറിനെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരൻ ജോലി തേടി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു, അവിടെ ചെന്ന് ഒരു ചെറിയ ഷോപ്പിൽ ജീവനക്കാരനായി പ്രവേശിക്കുന്നു. തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് അവരുടെ വിശ്വസ്തനായി തന്റെ ക്വാളിറ്റി കൊണ്ടാണ്, ആ ഒരു ക്വാളിറ്റി കൊണ്ട് തന്റെ സമ്പാദ്യം കൊണ്ട് ആദ്യമായി വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ഇന്ന് അഗതികൾക്ക് തലചായ്ക്കാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അത് വിട്ടുകൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അതിനുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ഈശ്വരൻ കൊടുത്തു. തീർച്ചയായും അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങൾ അദ്ദേഹം കൂടുതൽ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അത് നമ്മുടെ യുവതലമുറയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഇന്ന് നമുക്ക് കാണുവാനിടയായിട്ടുള്ളത്. ഇതൊരിക്കലും വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞ് തീർക്കാനാവുന്നതല്ല. തീർച്ചയായും അദ്ദേഹം പറയുന്നത് കൂടുതൽ പ്രയാസമുള്ളവർക്ക് സഹായമാകൂ എന്ന വാക്കാണ്. ഇപ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മെയിൻ്റനൻസിന്റെ സഹായം പോലും അദ്ദേഹം നൽകിയിട്ടാണ് ഞങ്ങളിത് ചെയ്തേക്കുന്നത്. ഈ പ്രമാണം പോലും സ്വന്തം ചെലവിൽ എഴുതി നമുക്ക് തരിക എന്നൊക്കെ പറയുമ്പോഴേ അത്രയും ഒരു മനസ്സൊക്കെ എത്ര പേർക്കുണ്ടാവും നമുക്കറിയില്ല. നന്ദി പറഞ്ഞ് തീർക്കുവാനാവാത്ത ഒരു സത്പ്രവൃത്തി അത് ഓടുകയാണ്. ശരി.